ഹായ്, ഇന്നത്തെ യാത്ര മൂന്നാർ വഴി മറയൂർ ശർക്കര ഫാക്ടറിയൊക്കെ കണ്ട് ചിന്നാർ ഫോറസ്റ്റും കടന്ന് അമരാവതി ഡാം വഴി കൊടൈക്കനാലിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എൻ്റെ വീഡിയോ ആരംഭിക്കുന്നത് പള്ളിവാസലിൽ നിന്നാണ്. പള്ളിവാസൽ തേയില ഫാക്ടറിയുടെ സൈഡിൽ കൂടി ഏകദേശം 3 കിലോമീറ്റർ ചെല്ലുമ്പോൾ കാണുന്നൊരു വെള്ളച്ചാട്ടമാണിത്. ആറ്റുകാട് വെള്ളച്ചാട്ടം എന്നാണ് ഇതിന് പേര് പറയുന്നത്. ഈ കാണുന്ന പാലത്തിന് മുകളിൽ നിന്ന് ഈ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ്. മുകളിൽ പാലത്തിൽ നിന്ന് കണ്ടാസ്വദിക്കാനല്ലാതെ ഇതിലിറങ്ങാൻ സാധിക്കില്ല. ഇവിടെ ഇതുവരെ വരാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. മഴക്കാലത്ത് മാത്രമേ ഈ വെള്ളച്ചാട്ടം ഇവിടെ കാണാൻ സാധിക്കൂ. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ മൂന്നാർ ടൗണിലേക്ക് നീങ്ങി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് മറയൂരിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണിത്. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ അവർ നുള്ളിയ തേയിലകൾ ചാക്കിൽ നിറച്ച് വണ്ടിയിൽ കയറ്റി ഫാക്ടറിയിലേക്ക് അയക്കാനുള്ള തിരക്കിലാണ്. അവരുടെ വർണ്ണാഭമായ ഡ്രസ്സുകളും കുശലം പറച്ചിലും എന്നെ കുറച്ചു നേരം അവിടെ പിടിച്ചു നിർത്തി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് മറയൂർ ശർക്കര ഫാക്ടറിയിലേക്കാണ്. ഈ ഫാക്ടറി ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഇവിടെ കരിമ്പുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടുത്തെ തൊഴിലാളികൾ കരിമ്പിൻ ജ്യൂസ് എടുക്കാൻ കരിമ്പുകൾ മെഷീനിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ജോലി കഴിഞ്ഞാൽ ബാക്കി 90% മെഷീനാണ് ജോലി നോക്കുന്നത്. ഒരു പ്രാവശ്യം കരിമ്പുകൾ കടന്നു പോകുമ്പോൾ തന്നെ അതിലുള്ള മുഴുവൻ നീരും എടുക്കാൻ കഴിവുള്ള പവർഫുൾ മെഷീനാണിത്. കരിമ്പിൻ ചണ്ടികൾ ഈ ട്രോളിയിലൂടെ പോകുന്നത് നേരെ ഡ്രയറിലേക്കാണ്. ഈ കാണുന്ന പൈപ്പിലൂടെ ഒരു തവണ കടന്നു പോകുമ്പോഴേക്കും കരിമ്പിന്റെ വേസ്റ്റ് ഉണങ്ങി കത്തിക്കാൻ പാകമായിട്ടുണ്ടാകും. ഈ ചണ്ടി കരിമ്പിൻ നീര് പ്രോസസ് ചെയ്യുന്ന ഒരു അടുപ്പിലേക്കാണ് ചെന്ന് വീഴുന്നത്. ഈ പ്രോസസ്സിന് ആവശ്യമായ മുഴുവൻ ഇന്ധനവും നമ്മുടെ ഈ വേസ്റ്റിൽ നിന്ന് തന്നെ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. കരിമ്പിൻ ജ്യൂസ് ആദ്യം വന്ന് വീഴുന്നത് ഈ ട്രേയിലേക്കാണ്. ഇവിടെ നിന്നും ശുദ്ധീകരിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ ട്രേയിലേക്ക് ഈ നീര് മാറ്റുന്നത്. ഈ ട്രേയിൽ മുകൾ ഭാഗത്ത് തൊട്ടാൽ കൈ പൊള്ളത്തില്ല. കാരണം ഈ അടപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്.
ഈ കമ്പനിയിലേക്ക് ആവശ്യമായ എല്ലാ കരിമ്പുകളും സ്വന്തം ഫാമുകളിൽ നിന്ന് തന്നെയാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കാണുന്നതാണ് ആദ്യകാലങ്ങളിൽ മാനുവലായി കരിമ്പ് പിഴിയാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രം. ഈ കാണുന്ന ട്രേ ആണ് ശർക്കര കട്ടിയാകാൻ വെക്കുന്ന മരത്തിന്റെ ട്രേ. കാട്ടുമാവിന്റെ മരമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കറ ഇളകാതിരിക്കാൻ വേണ്ടിയാണ് കാട്ടുമാവ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ അടുപ്പിന്റെ ഒരു ഡെമോ മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വിസിറ്റേഴ്സിനെ കാണിക്കുവാൻ വേണ്ടി. ഇവരുടെ പ്രൊഡക്ട്സ് എല്ലാം ഇവിടുത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ വിസിറ്റേഴ്സിന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 5ഓളം പ്രൊഡക്ട്സ് ഇവര് കരിമ്പിൻ ജ്യൂസിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മറയൂരിൽ നിന്ന് ഞങ്ങൾ ചിന്നാർ ഫോറസ്റ്റിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇനി ചിന്നാർ ചെക്ക് പോസ്റ്റ് ചെന്നതിന് ശേഷം ബാക്കി വിശേഷം. അങ്ങനെ ഞങ്ങൾ ചിന്നാർ ചെക്ക് പോസ്റ്റിലെത്തി. ചെക്ക് പോസ്റ്റിൽ ചോദിച്ചപ്പോൾ 2 വീലറിന് ഇപ്പോൾ പെർമിഷൻ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങളെ കടത്തി വിട്ടു. ഇതിനു മുമ്പൊക്കെ അവർ പെർമിഷൻ ചോദിക്കുമായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് ചിന്നാർ ചെക്ക് പോസ്റ്റിന്റെ ക്യാൻറ്റീൻ. ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കയറിയത്. പക്ഷേ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഉടുമൽപെട്ടിലേക്ക് പുറപ്പെട്ടു. ഈ ചിന്നാർ ഫോറസ്റ്റ് ആനമല ടൈഗർ റിസർവിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ വല്ലപ്പോഴും ഒക്കെ ആനയെയും മാനുകളെയും കാണാറുണ്ട്. സാധാരണ ഇത് ഡ്രൈ ഫോറസ്റ്റ് ആയാണ് കാണപ്പെടുന്നത്. കേരളത്തിലെ മഴ ഇവിടെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. എല്ലായിടത്തും നല്ല പച്ചപ്പാണ്. ഈ റോഡിലൂടെ ബൈക്ക് റൈഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു റൈഡർ പോലും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഈ റൂട്ടിലൂടെ പോയിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് ഈ കാടിന്റെ ഭംഗി ആസ്വദിക്കാം. ഈ കാണുന്നതാണ് ഉടുമൽപെട്ട് ജംഗ്ഷനിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്ന് ഞങ്ങൾ നല്ല പച്ചരിച്ചോറും തൈരും കൂട്ടി നല്ല ഊണ് കഴിച്ചു. അല്പം വിശ്രമിച്ചതിന് ശേഷം അമരാവതി കാട്ടിലൂടെ യാത്ര തിരിച്ചു. ഈ കാണുന്നതാണ് അമരാവതി ഫോറസ്റ്റ്. ഇങ്ങനെ ഞങ്ങൾ കാടൊക്കെ കടന്ന് അമരാവതി ഡാമിലെത്തി. ഇവിടെ ഒരു പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. കൂടാണ്ട് ഒരു ക്രൊക്കഡൈൽ പാർക്കും കൂടിയുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഡാമൊക്കെ കണ്ട് ഞങ്ങൾ മനോഹരമായ ഗ്രാമത്തിലൂടെ കൃഷികളും തോടുകളും നെൽവയലുകളുമൊക്കെ കണ്ട് ആസ്വദിച്ച് മലനിരകളുടെ ഭംഗിയും കണ്ട് പളനിയിലേക്ക് യാത്രയായി. അമരാവതി വഴി നിങ്ങൾ കൊടൈക്കനാലിലേക്ക് പോകുകയാണെങ്കിൽ ഒത്തിരി ഗ്രാമീണ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഉടുമൽപെട്ട് ജംഗ്ഷനിൽ നിന്നും റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ അമരാവതി റൂട്ട് കയറുന്നത്.
അങ്ങനെ ഏകദേശം 3:30 മണിയോടുകൂടി പളനിയിൽ നിന്നും ഉഡേ ഹെയർപിൻ ഞങ്ങൾ കയറാൻ തുടങ്ങി. കുറച്ചു കയറിയതോടുകൂടി അല്പം തണുത്ത കാലാവസ്ഥ കിട്ടിത്തുടങ്ങി. മുകളിലും ആവശ്യത്തിന് തണുപ്പ് ഉണ്ടാവുമെന്ന് കാടിന്റെ പച്ചപ്പ് കാണുമ്പോൾ തന്നെ ഊഹിക്കാവുന്നതേയുള്ളൂ. പകുതി ദൂരം കയറിയപ്പോൾ അല്പം വിശ്രമിക്കാൻ ഇരുന്ന സ്ഥലത്തു നിന്നും താഴേക്കുള്ള വ്യൂ ആണിത്. അങ്ങനെ വിശ്രമവും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വഴിയിൽ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ചാണ് വണ്ടി ഓടിച്ചത്. അങ്ങനെ ഞങ്ങൾ ടൗണിൽ ചെന്നു. ടൗണിൽ കയറി ചെന്നപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടുത്തെ പള്ളിയിൽ വേളാങ്കണ്ണി മാതാവിന്റെ തിരുനാൾ പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലേക്ക് കയറുന്ന സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ റോഡ് മൊത്തം ബ്ലോക്കായിരിക്കുകയാണ്. ഞാൻ എൻ്റെ വണ്ടി റോഡരികിൽ പാർക്ക് ചെയ്ത് പ്രദക്ഷിണം ഒരൽപ്പം ആസ്വദിച്ചു നിന്നു. അലങ്കരിച്ച വണ്ടിയുടെ വീതി തന്നെ ഏകദേശം റോഡിന്റെ 3/4 ഭാഗത്തോളമുണ്ട്. അങ്ങനെ തിരുനാളും കണ്ട് സ്ഥിരം കഴിക്കാറുള്ള തട്ടുകടയിൽ ഞങ്ങൾ എത്തി. ഇവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ തരുന്നത് തൂക്കത്തിനാണ് കേട്ടോ. മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഏകദേശം 100 ഗ്രാമിന് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം 7:30 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ഥിരം എടുക്കാറുള്ള റൂമിലേക്ക് ഞങ്ങൾ തിരിച്ചു. ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ എൻ്റെ യാത്ര കൊടൈക്കനാലിൻ്റെ സ്വർഗം എന്നറിയപ്പെടുന്ന ഗ്രാമമായ മന്നവന്നൂർ പൂമ്പാറയിലേക്കാണ്. കാടും കൃഷികളും ലാൻഡ്സ്കേപ്പും മൃഗങ്ങളും പൂക്കൃഷികളും എല്ലാമായി എൻ്റെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.